ആനീസെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആനി കരയണ്ട. അന്നാമോൾ ഒരു മാലാഖയായിട്ട് ഈശോയുടെ അടുത്ത് തന്നെയുണ്ട്. സിസ്റ്ററിന് ഞങ്ങളുടെ അനിമോളെ അറിയുമോ? അവൾ പാവമായിരുന്നു, ഞങ്ങളുടെ ഒരേ ഒരു മോൾ. എങ്കിലും ഞങ്ങളെ വിട്ടു പോയില്ലേ സിസ്റ്റർ? ആനീസ്, നീ കരയരുത്. ആനീസ് കരഞ്ഞാൽ അന്നാമോളും കരയും. ഇല്ല സിസ്റ്റർ, ഞാൻ ഇനി ഒരിക്കലും കരയില്ല. എൻ്റെ അന്നമോള് കരയാൻ പാടില്ല. ഞങ്ങൾ അവളെ അതുപോലെ വളർത്തിയത്. മോളുടെ ആദ്യത്തെ പിറന്നാളിൻ്റെ അന്നാണ് അവളുടെ പപ്പ മരിക്കുന്നത്. പപ്പ ഇല്ലാത്തതിൻ്റെ വിഷമം ഞാൻ അവളെ അറിയിച്ചിട്ടേയില്ല. 5 വയസ്സായപ്പോൾ മോളെ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോഴും ടീച്ചേഴ്സിൻ്റെയൊക്കെ കണ്ണുനന്ദിയായിരുന്നു എൻ്റെ മോള്. ആനീസ് വരൂ. സ്കൂൾ ടൂറിൻ്റെ അന്ന് മോൾ ഒത്തിരി കരഞ്ഞായിരുന്നു. അവൾക്ക് ടൂറ് പോകണമെന്നും പറഞ്ഞു. പക്ഷേ എന്നെ തനിച്ചാക്കി അവള് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സിസ്റ്റർ. ആനീസ് കരയല്ലേ, വാ. Good morning, children. Good morning. How are you? Today we are going to study letter A. Which letter this one? Which letter this one? A makes sound. A makes sound. A makes sound. Ritika, what happened? Miss Anna kariyo. എന്താ പറ്റി? അമ്മയെ വിളിക്കാട്ടോ ഇപ്പൊ മിസ്. കരയണ്ട കേട്ടോ, കരയണ്ട. അമ്മയെ വിളിക്കാൻ മിസ് ഇപ്പൊ കേട്ടോ. മരി, ഇത് ഓടി വന്നേ. എന്താ മിസ്സേ? മരി, പ്രിൻസിപ്പളിനെ വേഗം വിളിച്ചോണ്ട് പോവാ. ശരി മിസ്സേ. എന്താ പറ്റിയ മിസ്സേ? മാം, അന്നയ്ക്ക് ഭയങ്കര വയറുവേദന. ആണോ? എന്ത് പറ്റി മോൾക്ക്? വയറുവേദന കുറവില്ലേ? സാരില്ല, കുറഞ്ഞോളൂ കേട്ടോ. മിസ്സേ, നമുക്ക് പേരൻസിനെ ഇൻഫോം ചെയ്യാം. ഓക്കെ മാം. മിസ്സേ, മോനെ, എന്നാ പറ്റിയേ? എന്നാ പറ്റിയേ? അമ്മ വന്നു കേട്ടോ. എന്താ പറ്റിയേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കേട്ടോ.
ഹലോ, മോളുടെ പേരെന്നാ? അന്നക്കുട്ടിക്ക് എന്നാ പറ്റി? അന്നക്കുട്ടിക്ക് വയറുവേദനയാണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന വരാറുണ്ടോ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന പറയാറുണ്ട്. Okay. ചിലപ്പോൾ ഞാൻ ഓർത്തു ഇനി സ്കൂളിൽ പോകാൻ മടി കൊണ്ട് വല്ലതും ആണോ എന്നൊക്കെ ഓർത്തു. പിന്നെ ഞാൻ ഗ്യാസ് കയറിയതാന്ന് ഓർത്തിട്ട് കാർമിസൈഡ് കൊടുത്തായിരുന്നു. Okay. ഇന്നിപ്പോ സ്കൂളിൽ നിന്ന് വിളിച്ചു, ഭയങ്കര വയറുവേദനയാന്നും പറഞ്ഞ് നല്ല കരച്ചിലായിരുന്നു സ്കൂളിൽ ചെല്ലുമ്പോ. മോൾക്ക് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വയറുവേദന വരുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ബാക്കി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താന്ന് നോക്കാം. ഓക്കെ ഡോക്ടർ. ഓക്കെ. അന്ന, അന്നയുടെ അച്ഛൻ കൂടെയില്ലേ? അന്നയുടെ അച്ഛൻ അവൾക്ക് 1 വയസ്സുള്ളപ്പോ മരിച്ചുപോയി. സോറി. വേറെ റിലേറ്റീവ്സ്? ഇപ്പൊ ഞങ്ങൾ തനിച്ചാണ് താമസം. മാം, ഐ ആം വെരി സോറി ടു സേ ദിസ്. ഞാൻ പറയുന്നത് താങ്കൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അന്നയ്ക്ക് പാൻക്രിയാസിൽ സ്റ്റേജ് 3 ക്യാൻസർ ആണ്. ഡോക്ടർ, ഈ ചെറുപ്രായത്തിൽ തന്നെ മോൾക്ക് എങ്ങനെ സംഭവിച്ചു? ചേച്ചി, അന്നയുടെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാ? അന്ന, അന്ന, അന്ന ചോറിനാ വന്നേ? എനിക്ക് ചോറ് വേണ്ട, എനിക്ക് പേസ്ട്രി മതി. മോളെ, ഇത്തിരി ചോറ് കഴിച്ചേ, എന്നിട്ട് നമുക്ക് പോയി പേസ്ട്രി വാങ്ങാം. എനിക്ക് വേണ്ട, എനിക്ക് ചോറ് വേണ്ട. ബേക്കറി പലഹാരം കഴിച്ചോണ്ട് നടന്നു കേട്ടോ, ചോറുണ്ണണ്ട. അവസാനം എന്തെങ്കിലും അസുഖം വരട്ടെ. ഞാൻ മടുത്തു നിന്നെ കൊണ്ട്. എന്താ വിശന്നിരിക്കണ്ട, കഴിച്ചോ. എനിക്ക് വെള്ളം വേണ്ട, ജ്യൂസ് മതി. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ദൈവമേ. ജങ്ക് ഫുഡ്സിൻ്റെ ഓവർ യൂസ് കുട്ടികളിൽ എത്ര നെഗറ്റീവായിട്ട് ബാധിക്കണമെന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. അന്നക്കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അന്നക്കുട്ടി ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് മാം പറഞ്ഞത്. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാനീയങ്ങളും ഈ ബേക്കറി ഫുഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡീനെ അത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അത് പേരൻസാണ് മാക്സിമം അത് ശ്രദ്ധിക്കേണ്ടത്. ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് അവരുടെ സന്തോഷത്തിനൊക്കെ നമുക്ക് ജങ്ക് ഫുഡ്സും അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ചു കൊടുക്കാം. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കുട്ടീനെ വളർത്താന്ന് പറഞ്ഞാൽ അത് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകും. അന്നക്കുട്ടിയുടെ കേസും അതായിരിക്കാം. മേ ബി ജങ്ക് ഫുഡ്സിൻ്റെ ഓവർ യൂസ് ആയിരിക്കാം ഇപ്പോൾ ക്യാൻസറിലേക്ക് നയിച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചെയ്യാം. ഓക്കെ. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നയ്ക്ക് ക്യാൻസർ ആണെന്നാ പറഞ്ഞത്. എന്റെ ദൈവമേ, കഷ്ടായി പോയല്ലോ. അമ്മ, നമുക്ക് വീട്ടിൽ പോണ്ടേ? എന്തിനാ ഉടുപ്പ് മാറുന്നേ? അതേ, ഡോക്ടർ അങ്കിള് പറഞ്ഞു അമ്മയും മോളും കൂടെ കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ.
ഡിയർ ചിൽഡ്രൻ, നാളെ നമ്മൾ ടൂർ പോവുകയല്ലേ. അപ്പൊ എല്ലാവരും നാളെ ഒരുങ്ങി വരണം കേട്ടോ. അന്നക്കുട്ടി, നമുക്ക് ടൂർ പോവാം. മോനെ, അന്നക്കുട്ടി ഇപ്രാവശ്യം വരുന്നില്ല കേട്ടോ. ക്ലാരയോ? വാ. 2 വർഷം കൊണ്ട് നീ ആകെ മാറിപ്പോയല്ലോ. ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, എന്തിനാ ജീവിക്കുന്നത് എനിക്കറിയില്ല. ആദ്യമേ പുള്ളി പോയി, അത് കഴിഞ്ഞിപ്പം മോളും. നീ പോയതിനെ കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട. മോള് പോയതിന് കാരണം ഞാനാണോന്ന് ഇപ്പം എൻ്റെ സങ്കടം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അവള് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡും കഴിക്കില്ലായിരുന്നു. നീ കൂടുതലായിട്ട് പുറത്തെ ഫുഡ് കഴിച്ചിട്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഇപ്പോൾ എൻ്റെ പേടി. ഡോക്ടർ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും പുറത്തുനിന്നുള്ള ഫുഡാണ് കൂടുതൽ ഇഷ്ടം. നീ വാ, നമുക്കൊന്ന് നടക്കാം. അന്ന ദൈവത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ എന്നും ജീവിക്കും. ഈ കഥ അന്ത്യമില്ലാത്ത അതിജീവനമായി മുന്നോട്ടു പോകട്ടെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തണൽമരമായി മാറുന്ന സൗഹൃദങ്ങൾ ഇനിയും വസന്തത്തിൽ പൂത്തുലയട്ടെ. എങ്കിലും നാം അല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭക്ഷണ അഭിരുചികളെക്കുറിച്ച്. തിരക്കേറിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ 3 നേരവും നമ്മുടെ തീന്മേശകൾ ജങ്ക് ഫുഡുകൾ കീഴടക്കിയിരിക്കുന്നുവോ? രുചി വർധനവിനും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുമുള്ള വസ്തുക്കളെക്കുറിച്ചും അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചും നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? എങ്കിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.
മോൾക്ക് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വയറുവേദന വരുന്നത് അത് വേണ്ട, ആ ഡയലോഗ് വേണ്ട. കൂടുതലും പുറത്ത് I wanna see rain on me forever, rivers of champagne. ഹലോ 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 ഐ ഡോണ്ട് നോ ആക്ടിങ് ഹലോ ഐ ഡോണ്ട് നോ ആക്ടിങ് Te encanta la música, te toca